ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. നമ്മുടെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സയൻസിനെ കുറിച്ച് പറഞ്ഞു, ഫിസിക്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗം നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് സയന്റിഫിക് മെത്തേഡിനെ കുറിച്ചാണ്. എല്ലാ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നതും എന്തിനു വേണ്ടിയാണ്? ഫോർ അക്വയറിംഗ് നോളജ്, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ സയന്റിഫിക് മെത്തേഡിന്റെയും ബേസിസ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിന് ചില മാർഗങ്ങളാണ്: ഒന്നാമത്തത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, രണ്ടാമത്തത് റീസണിങ്, മൂന്നാമത്തത് മോഡൽ മേക്കിംഗ്, നാലാമത്തത് തിയററ്റിക്കൽ പ്രെഡിക്ഷൻ. ഇതാണ് സയന്റിഫിക് മെത്തേഡ്. അപ്പൊ സയന്റിഫിക് മെത്തേഡുകളെല്ലാം ഫോർ അക്വയറിംഗ് നോളജ്, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടും കണ്ടാലും അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കുക. രണ്ടാമത് റീസണിങ്, അതിന്റെ കാരണം എന്തെന്ന് നമ്മൾ ചിന്തിക്കുക. മൂന്നാമത്തത് മോഡൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള മാതൃകകൾ നിർമ്മിക്കുക എന്നത്, എക്സ്പെരിമെന്റും മറ്റുമൊക്കെ നടത്തി നോക്കുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എത്തിച്ചേർക്കപ്പെടുന്ന ആ ഒരു നിഗമനം, അതെന്ന് പറയുന്നതാണ് അതിന്റെ തിയററ്റിക്കൽ പ്രെഡിക്ഷൻ. അതിൽ നിന്നാണ് നമ്മൾ സിദ്ധാന്തം രൂപീകരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന ഫിസിക്സിൽ പഠിക്കുന്ന എല്ലാ നിയമങ്ങളും അങ്ങനെ ഉണ്ടായതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു എന്ന്, ഇല്ലേ? എല്ലാവരും കേൾക്കുന്ന ഒന്നാണ്, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ആപ്പിൾ മരത്തിന്റെ കീഴിൽ ഇരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് അതിനെ കുറിച്ച് ചിന്തിച്ചു. എന്തുകൊണ്ട് അത് താഴോട്ട് വന്നത്, എന്തുകൊണ്ട് ഇത് മേപ്പോട്ട് പോയില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അതിന്റെ റീസൺ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള എക്സ്പെരിമെന്റ് മറ്റും നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് എന്തുണ്ടായി? ഒരു തിയറി ഉണ്ടായി. നമുക്കറിയാം, അതാണ് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നതും ഇതാണ് അതിന്റെ ബേസ് ഫോർ അക്വയറിംഗ് നോളജ്. അതിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വാട്ട് ഈസ് ദ എയിം ഓഫ് സയൻസ്? എന്താണ് ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യം? ഫോർ എക്സാമ്പിൾ, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുത ഉൽപാദനം. ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുത ഉൽപാദനം എന്ന് പറയുന്നത് ഫിസിക്സിലെ മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ച ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ തത്വമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിസിക്സ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് ജനറേറ്ററിന്റെ പ്രവർത്തനത്തിന് കാരണമായി. ജനറേറ്റർ എന്ന് പറയുന്നതാണ് വൈദ്യുത ഉൽപാദനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഇത് ഫിസിക്സും ടെക്നോളജിയും തമ്മിൽ റിലേഷനാണ്. അതുപോലെ തന്നെയാണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും തത്സമയം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ പിന്നിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വികാസം പ്രാപിച്ചു. അപ്പൊ അതിന്റെ പിന്നിൽ ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാന കാരണം. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഫിസിക്സ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ആയി മാറി. അതുപോലെ തന്നെയാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഇതെല്ലാം എന്ന് പറയുന്ന ഫിസിക്സിലെ തെർമോഡൈനമിക്സിലെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. നമുക്കറിയാം, വാഹനങ്ങളുടെ ഹൃദയമാണ് എഞ്ചിൻ. ആ എഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫിസിക്സിലെ തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലെ തത്വങ്ങളാണ്. അപ്പൊ തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന ഫിസിക്സ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് കാരണമായി. ഇത് ഫിസിക്സും ടെക്നോളജിയും നമ്മൾ റിലേഷനാണ്. അതുപോലെ തന്നെ എയ്റോപ്ലെയിൻ ഈസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, വരുന്ന ചാപ്റ്ററിൽ പഠിക്കും, മനസ്സിലായി. അതുപോലെ തന്നെ റോക്കറ്റ് പ്രൊപ്പൽഷൻ, റോക്കറ്റിന്റെ പ്രവർത്തനം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ്.
അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന തത്വമാണ്. അപ്പൊ അങ്ങനെ ഫിസിക്സ് എന്ത് കാര്യം നമ്മൾ നോക്കിയാലും അതിന്റെ എല്ലാം പിന്നിൽ ഫിസിക്സിലെ എന്തെങ്കിലുമൊക്കെ ഒരു തത്വം കാണും. അത് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു, അത് ടെക്നോളജിയായി മാറും. അതിനനുസരിച്ച് നമുക്ക് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നമുക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന് ഓർത്തിരിക്കേണ്ടത് കൺസർവേഷൻ ലോസ് ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സിലെ ചില സംരക്ഷിത നിയമങ്ങളെ കുറിച്ച് ഓർക്കണം. ക്ലാസിക്കൽ ഫിസിക്സിലെ 4 കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ്. ഒന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, രണ്ടാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, മൂന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, നാലാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതാണ് കൺസർവേഷൻ ലോസ് ഇൻ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തൽക്കാലം ഈ 4 നിയമങ്ങളുടെ പേര് ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഇതിനകത്തിൽ പഠിക്കണം. ബാക്കി ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ അവർ നേച്ചർ. നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ, അടിസ്ഥാനപരമായ ബലങ്ങൾ, അത് 4 എണ്ണമുണ്ട്. ഒന്നാമത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തതിന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് നമ്മുടെ നേച്ചറിലെ അടിസ്ഥാനപരമായിട്ടുള്ള 4 ബലങ്ങൾ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ് ബൈ വെർച്യൂ ഓഫ് ദെയർ മാസസ്. നമ്മുടെ നേച്ചറിലെ എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? മാസ് ഉണ്ട്. ആ മാസിന്റെ സാന്നിധ്യം മൂലം എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഫൗണ്ട് ഇൻ അവർ നേച്ചർ. നമ്മുടെ നേച്ചറിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം, ഏറ്റവും ദുർബലമായ ബലം, അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡിങ് അപ്പോൺ മീഡിയം. രണ്ടാമത്തെ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതിൽ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഇതും ഒരു ലോങ് റേഞ്ച് ഫോഴ്സും, ഇത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 10⁻36 ടൈംസ് സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അടുത്തതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. ദിസ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഫൗണ്ട് ഇൻ അവർ നേച്ചർ. നമ്മുടെ നേച്ചറിൽ ഏറ്റവും ശക്തിയേറിയ ബലം എന്ന് പറയുന്നത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും. ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 10⁻38 ടൈംസും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ 10² ടൈംസും സ്ട്രോങ്ങർ ആയിരിക്കും. അടുത്തതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ചില ന്യൂക്ലിയർ പ്രോസസ്, ഫോർ എക്സാമ്പിൾ ബീറ്റ ഡീകേ എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്രോസസ്സിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ന്യൂക്ലിയസിൽ നിന്ന് ബീറ്റ റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണും ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും എമിറ്റ് ചെയ്യും. ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. ഇതും ഒരു ലോങ് റേഞ്ച്, ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഇത് ഡസ് നോട്ട് ഡിപെൻഡിങ് അപ്പോൺ മീഡിയം. അതുപോലെ ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ വലുതും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാൾ അല്പം ചെറുതുമായിരിക്കും. ഇതാണ് നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ അനുസരിച്ച് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് കുറെ ഫോഴ്സ് വന്നിട്ട് ഇതിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പറയാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെ നോക്കിയാൽ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതിൽ വലുതെന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതിൽ വലുതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഏറ്റവും വലുതെന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ ഫോഴ്സ് തന്നിട്ട് അതിങ്ങനെ ഓർഡർ അനുസരിച്ച് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലും മറ്റും എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് അറിയേണ്ട കാര്യം. അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങൾ, ഇതിനകത്തിന്റെ പരീക്ഷയ്ക്ക് മാക്സിമം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ വരത്തുള്ളൂ. അതിൽ ഒന്നാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിക്കൽ ഫിസിക്സിലെ അത് ചില ഇക്വേഷൻ
ക്ലാസിക്കൽ ഫിസിക്സിലെ ബ്രാഞ്ചുകളുണ്ടല്ലോ, അതായത് മെക്കാനിക്സ്, തെർമോഡൈനമിക്സ്, ഇലക്ട്രോഡൈനമിക്സ്, ഓപ്റ്റിക്സ്, അതെന്താണെന്ന് അറിയണം. പിന്നെ ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ അവർ നേച്ചർ, ഇതിൽ ഏതെങ്കിലും ഇത് രണ്ടെണ്ണം മാത്രമേ പരീക്ഷയ്ക്ക് വരാറുള്ളൂ. ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്ററിലുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ.